അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ അവസാനത്തെ ഉത്സവം കൂടാൻ പോവുകയാണേ. ഞാനും പിള്ളേരും, പിന്നെ അമ്മയൊന്നും വരുന്നില്ല. അമ്മയ്ക്ക് ഇവിടുന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അതുകൊണ്ട് അമ്മ വരുന്നില്ല. ഇത് അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചീനിയാണേ. അപ്പം ഇത് ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ വാങ്ങി വെച്ചതാണ്. ഞാൻ കുറച്ചെടുത്ത് പുഴുങ്ങിയായിരുന്നു, അപ്പം ബാക്കി അതങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരുമാതിരി വേവാത്ത ടൈപ്പായി. അപ്പോൾ അത് തേങ്ങയൊക്കെ ചേർത്ത് കടുവൊക്കെ വറുത്തിട്ട് നമുക്കങ്ങ് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ചീനി. വേവിക്കുന്നതൊന്നും വലിയ ഇതില്ലെങ്കിലും ചീനി തോരൻ, അതിൻ്റെ കൂടെ മത്തിയും കൂടെ പുളിയും മുളക് അരച്ച് കറി വയ്ക്കുന്നത് നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട്. എന്തായാലും നമ്മൾ ഉത്സവം കൂടാൻ പോവുകയാണല്ലോ, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വൈകുന്നേരം വരുമ്പോൾ നോക്കാം. പക്ഷേ ഇന്ന് മത്തിയല്ല കിട്ടിയേക്കുന്നത്, ചെങ്കലവയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. മത്തി ഇല്ലായിരുന്നു മീൻ വാങ്ങാൻ പോയപ്പോൾ. ഞാൻ രാവിലെ പോയി മീനൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്ട് ആഷ്മിയൊക്കെ പോവാൻ റെഡിയായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ അത് ചിറ്റപ്പനും ഞങ്ങളുടെ കൊച്ചച്ഛനും കുഞ്ഞമ്മയുണ്ട്. അപ്പോൾ അവരുടെ കൂടെ കാറിലങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഞാനും പിള്ളേരും അല്ലേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയുടെ മോളും ഉണ്ട്. അപ്പം ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് അമ്പലം തുറന്നിട്ടുണ്ട്. അപ്പോൾ മാസത്തിലൊരിക്കലും അത് തുറക്കും, ലാസ്റ്റ് ഞായറാഴ്ച. അപ്പോൾ എന്ത് ചേച്ചി അവിടെ പോയിട്ട് വന്നതാണ്. എന്ത് ചേച്ചിയല്ല, കുഞ്ഞമ്മ അവിടെ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ എല്ലാവരും കഴിക്കണം. അപ്പോൾ ഞങ്ങളെല്ലാം പോകാൻ റെഡിയായിട്ടിരിക്കുക, രാവിലെ തന്നെ പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നലത്തെ അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ഒരു അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കി വെച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ കുറച്ച് ഏത്തക്കയും മുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടെന്ന്. ചെങ്കലവയായിരുന്നു വാങ്ങിയിട്ടുണ്ടത്. പക്ഷേ ഈ ചെങ്കലവ കൂട്ടാൻ വെച്ചപ്പോൾ ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഒരുമാതിരി പതഞ്ഞ് വരുമായിരുന്നു, കൊള്ളത്തില്ലായിരുന്നു. വൈകുന്നേരം ഞാൻ വന്ന് കഴിക്കാൻ നോക്കിയപ്പം മീൻ കൂട്ടാൻ കൊള്ളത്തില്ലായിരുന്നു, ടേസ്റ്റില്ലായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നു. അപ്പം പിള്ളേർ ഏത്തപ്പഴം ഒന്നും കഴിച്ചില്ല, അപ്പം ഇച്ചിരി മുറിച്ച് കഴിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം നമ്മളെന്തായാലും രാവിലെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ ചെന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പം കൊച്ചച്ഛനൊക്കെ നമുക്ക് മരുന്ന് കഴിക്കേണ്ടതുകൊണ്ട് രാവിലെ എന്തെങ്കിലും കഴിക്കണം. അപ്പം ദോശ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ദോശയ്ക്ക് കൂട്ടാനായിട്ട് പച്ചമുളകും ചുമന്നുള്ളിയും എല്ലാം കൂടെ അവർ പെട്ടെന്നൊരു ഇതുണ്ടാക്കിയാണ്ട് ഇതുപോലെ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇടുകല്ലിലിട്ട് ചതച്ചെടുക്കുന്ന ദോശയുടെ കൂടെ ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ മുളക് ചമ്മന്തി ആണെങ്കിലും ഓക്കെ, ഈ ചമ്മന്തി ഞാൻ ഒഴിച്ച് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല എൻ്റെ ടേസ്റ്റ്. പക്ഷേ ഇവിടെ വരുമ്പം സ്ഥിരം ഇവർക്കും ഇവർ തേങ്ങ ചമ്മന്തി ഉണ്ടെങ്കിൽ കൂടിയും അത് കൊച്ചച്ഛന് മാത്രം മതി, കുഞ്ഞമ്മയ്ക്ക് എൻ്റെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവരിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിള്ളേർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ദോശയൊന്നും വേണ്ട, ഇച്ചിരി ടേസ്റ്റ് നോക്കിയാൽ മതി. ദോശ വേണ്ടെന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ എന്ത് ചേച്ചി വായി വെച്ച് കൊടുത്തു. പിന്നെ എല്ലാവർക്കും ദോശ വേണം. പിന്നെ അവിടെ നിന്ന് ദോശ ചുടലായിരുന്നു കേട്ടോ. എല്ലാവർക്കും വേണ്ട, തിന്നിട്ട് മതിയാവുന്നില്ല. അവസാനം പിന്നെയും മുളകൊക്കെ ഉടയ്ക്കുന്നു, കഴിക്കുന്നു. അങ്ങനെ വയറ് നിറച്ച്. വീട്ടിൽ നിന്ന് ഒരു കാര്യമായിട്ടൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കഴിക്കട്ടെ. പക്ഷേ ഞങ്ങൾ അവിടെ അനിയത്തിയുടെ വീട്ടിലാണ് ഉത്സവം കൂടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇഡലിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവർ കഴിച്ചില്ല. ഇവിടെ നിന്ന് ദോശയൊക്കെ കഴിച്ച് വയറ് നിറച്ചിട്ടിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോയ വഴിക്ക് മൊത്തം മറ്റേ ശാസ്താംകോട്ടം, ഭരണിക്ക മുതൽ ശാസ്താംകോട്ടം വരെ നല്ല രസമായിരുന്നു. റോഡ് സൈഡൊക്കെ കാണാനായിട്ട് കൃഷ്ണ വിഗ്രഹവും വിഷുവിൻ്റെ സാധനങ്ങൾ, ഇത് വിഷുവിൻ്റെ തലേന്നാണ്. വിഷുവിൻ്റെ സാധനങ്ങളും എല്ലാം വിൽക്കുന്ന നല്ല രസമായിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ക്യാമറ അന്നേരം എന്തോ പണി മുടക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. പോകുന്ന വഴിക്ക് ലേസൊക്കെ വാങ്ങിയായിരുന്നു. അപ്പം അവിടെ പിള്ളേരുണ്ടല്ലോ, അപ്പം നമ്മൾ എന്തെങ്കിലും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ബേക്കറി ഇറങ്ങിയപ്പം ഓടുമാർ ഓരോ ലേസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കണ്ട് ലാസ്റ്റ് അവിടെ എത്തി കേട്ടോ. ഒരു 10:30 ആയപ്പോഴത്തേനും ഞങ്ങളങ്ങ് എത്തി. ഇത് നമ്മുടെ കുട്ടപ്പൻ ചേട്ടായിയാണ്, നമ്മുടെ മിക്കുവിൻ്റെ സ്വന്തം കുട്ടപ്പൻ ചേട്ടായി. നമ്മുടെ ഇവിടെ വീട്ടിൽ നിൽക്കുന്ന ബെല്ലയുടെയും റോക്കിയുടെയും മോനാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് ഒരു വളർത്തുകയാണ്. ഇവനിപ്പോൾ ഒരു 3-4 വയസ്സായി കാണും. അവന് ഞങ്ങളെ കണ്ടിടം മുതൽ കുരയാണ്. ഞങ്ങളൊന്നും അറിയത്തില്ല, വീട്ടിൽ നിന്നാണ് വന്നേന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വലുതായി കഴിയുമ്പോൾ പിന്നെ അവർ നമ്മളെ അറിയത്തില്ലല്ലോ. നമ്മളെ ഇതുപോലെ വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് കാണുന്നത്, വർഷത്തിൽ 1-2 വട്ടമൊക്കെ നമ്മളിങ്ങനെ വരുന്നുള്ളൂ. നമുക്ക് എപ്പോഴും വരാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് വല്ലപ്പോഴും കാണുമ്പം പട്ടികളൊന്നും നമ്മൾ ഓർത്തിരിക്കണമെന്നില്ലല്ലോ. അങ്ങനെ പിള്ളേർ ഹാപ്പിയാണ് കേട്ടോ. വെക്കേഷനായിട്ട് നമുക്ക് എങ്ങോട്ടും പോകാനും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ബന്ധുവീടുകളിലൊക്കെ പോകുമ്പോൾ പിള്ളേർക്കൊരു രസമല്ലേ. അങ്ങനെ താണ്ട് ഇതാണ് അനിയത്തി. അപ്പം ഊണൊക്കെ വരുത്തുകയാണ്, സദ്യയാണ് വരുത്തുകയാണ്. പക്ഷേ ആ നോൺ വെജ് ഒന്നും കൊണ്ടുവരത്തില്ല, അവർക്ക് സമയമില്ല. ഒന്നാമത് കല്യാണ വർക്ക്, പിന്നെ ഉത്സവത്തിൻ്റെതായിട്ട് മിക്ക വീടുകളിലും ഇതുപോലെ വരുത്തുകയാണ്. നോൺ വെജ് ഇല്ല കേട്ടോ, നോൺ വെജ് ഉണ്ടാക്കുന്ന ആളില്ല. അപ്പം വീട്ടിൽ തന്നെ ചിക്കനും മീനും ഒക്കെ ഉണ്ടാക്കിയത്, ചീനി പായസം അതൊക്കെ ഉള്ളത് അവർ കൊണ്ടുവരും. അങ്ങനെ പിള്ളേരെല്ലാം ആകെ ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരും പിള്ളേരെല്ലാം കൂടെ കൂടുമ്പം, ഉത്സവത്തിനൊക്കെ കൂടുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവിടുത്തെ പിള്ളേരുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. അവൻ്റെയും അവളുടെയും പാറുവിൻ്റെയും ആദിയുടെയും കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. അവരൊക്കെ രാവിലെ വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ ഉത്സവമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരുടെ വീടുകളിലൊക്കെ പോകുമല്ലോ. അങ്ങനെ ഇവിടെയും കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് നമ്മുടെ കുട്ടപ്പൻ ചേട്ടായി ഞാൻ മിക്കുവിനെയും കൂടെ കൊണ്ടുവരണമെന്ന് വെച്ചു. ഇതിന് മുമ്പ് ഉത്സവത്തിന് വരുമ്പം മിക്കുവിൻ്റെ ചെറുതിലെ ഞങ്ങൾ മിക്കുവിനെയും കൂടെ വണ്ടിയിലിട്ട് കൊണ്ടുവരുമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. അവളിപ്പോൾ ഇച്ചിരി വലുതായില്ലേ. പിന്നെ എനിക്കൊരു പേടി, കൊച്ചിലെ പോലെ നിൽക്കത്തില്ലല്ലോ നമ്മുടെ കൂടെ ഒന്നും, അതുകൊണ്ട് കൊണ്ടുവന്നില്ല. അങ്ങനെ വന്ന് അവർ നല്ല വെള്ളമൊക്കെ കുടിക്കുകയും എന്തൊക്കെയോ എടുത്ത് കുടിക്കുകയും തിന്നുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിശപ്പൊന്നുമില്ല. ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു, വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് വയറ് നിറച്ചിട്ടാണല്ലോ വന്നത്. അങ്ങനെ ടി വി കണക്കം, കളി, ചിരി, ബഹളം ഒക്കെ ആയിട്ട് ഓരോരോ ബാച്ചായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫുഡെല്ലാം വരുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മളിവിടെ വരുമ്പം എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ വെക്കുകയൊക്കെ ഹെൽപ്പ് ചെയ്യണമല്ലോ. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം വന്നപ്പം ജോലിയൊന്നുമില്ല. ഇപ്രാവശ്യം നല്ല 2-3 പ്രാവശ്യം കൊണ്ട് വരുത്തുകയാണ്. ഇപ്പം ആർക്കാ ഇപ്പം എല്ലാം രാവിലെ പിന്നെ നമ്മൾ വെക്കുമ്പോൾ മെനക്കേടാണ്. 1-2 പേരൊക്കെ ഉള്ളിടത്ത് ഏതൊരു സദ്യയൊക്കെ ഒരുക്കുക എന്നുള്ളത് ഇത്രയും പേർക്ക് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇത്രയും പേർക്കൊക്കെ സദ്യ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ജോലിയും മെനക്കെടൊക്കെ അല്ലേ. അപ്പം മിക്കയിടത്തും വരുത്തണം. ആളും പേരൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇത് ഒരു മുറിയൊക്കെ ആയിട്ടുള്ള വീടുകളിൽ എല്ലാവരും വരുത്തുകയാണ്. അങ്ങനെ ആഷ്മി താണ്ട പാറു ചേച്ചിയുടെ സ്വിമ്മിങ്ങിൻ്റെ കണ്ണാടി എന്നും പറഞ്ഞൊക്കെ എടുത്തോണ്ട് വെച്ചെന്നെ കാണിക്കുന്നു. പിള്ളേർ നിലത്തും താഴെയൊന്നുമല്ല. താണ്ട ഇവിടുത്തെ അച്ഛനാണ്. ഇവിടുത്തെ അച്ഛനും അച്ഛൻ്റെ ചേട്ടനും. ദൈവമേ, ഞാൻ വിചാരിക്കുകയായിരുന്നു കണ്ണാടി ഇല്ലാതെ 2 പേരും അപ്പുറം ഇപ്പുറം പത്രം വായിക്കുന്നുണ്ടോ. എനിക്കാണെങ്കിൽ കണ്ണാടി ഇല്ലാതെ ഒന്നും പറ്റത്തില്ല, വായിക്കാനൊന്നും പറ്റത്തില്ല. അവർ 2 പേരും കണ്ണാടി ഇല്ലാതെ പത്രം വായിക്കുന്നുണ്ട്. അയ്യോ, എന്തോ പറയാനാ. അങ്ങനെ 1 മണി ഒരു 12:30 ആയപ്പോഴത്തേനും പിന്നെ അവളുമാർക്ക് വിശപ്പ് കയറി കേട്ടോ. പിള്ളേരോടെല്ലാം ചോറ് കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഫുഡൊക്കെ വന്നായിരുന്നു. ചോറ് കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇപ്പോഴേ വേണ്ട. അങ്ങനെ ദാണ്ട ലച്ചും ഞങ്ങൾ കുഞ്ഞമ്മയും കൂടെ ചീനിയും ചിക്കനും മീനും എല്ലാം കൂടെ എടുത്തുകൊണ്ട് വെച്ച് ഇച്ചിരി ഇടത്തേറ്റി ഇച്ചിരി ഒന്ന് വിശപ്പൊന്ന് ആറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുകയാണ് കേട്ടോ. പാറുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഫാമിലി ആയിട്ടാണ് വരുന്നത് കേട്ടോ. വേറെ ചില പിള്ളേരുടെ അച്ഛന്മാർ കൊണ്ടുവന്ന് വിടും, പിന്നെ അങ്ങ് പോവും, പിന്നെ വന്ന് വിളിക്കാനായിട്ട് വരും. അങ്ങനെ അവർ ഈ ഇന്നത്തെ ദിവസം ഓശാനയുടെ ഇതുണ്ടായിരുന്നു. പള്ളിയിലെ കഞ്ഞിയൊക്കെ ഉണ്ടായിട്ട് അവർക്ക് ഊണൊക്കെ കഴിക്കാൻ 1-2 പേര് നിന്നില്ല. അവർ പായസമൊക്കെ കുടിച്ചൊക്കെ പോയിട്ടോ. പിന്നെ അവസാനം പിള്ളേരോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവിടെ കൊച്ചു പിള്ളേർ കൂട്ടുകാരൊക്കെ വന്നിട്ടില്ല. അപ്പോൾ അവർ കഴിക്കണമെന്ന് ആദ്യം വിചാരിച്ചത്. അവർക്ക് ഇപ്പോഴെങ്ങും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും ആദ്യം കഴിച്ചാലല്ലേ പിന്നെ നോക്കിയിരിക്കുന്നവർക്ക് ഒരു താല്പര്യം വരും കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് കഴിക്കാനായിട്ട് കേട്ടോ. ആദ്യമേ ഞങ്ങളാണ് കഴിക്കാനിരുന്നത്. ഞാൻ രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഒരു മുറി ഏത്തയ്ക്ക അങ്ങാണ്ട് ഇതും ഇച്ചിരി അപ്പവും. അങ്ങനെ വിശപ്പ് അന്നേരത്തെ ഒരു വിശപ്പ് മാറാൻ വേണ്ടി കഴിച്ചില്ല കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ ഒന്നും കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വിശന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വന്നവരെല്ലാം കൂടെ അങ്ങ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കാനിരുന്നപ്പോഴത്തേക്കും പിന്നെ നോക്കിയിരിക്കുന്നവർക്കെല്ലാം വിശപ്പായി. ഞങ്ങൾ ഇന്ന് പതുക്കെ കഴിച്ചൊക്കെ എഴുന്നേൽക്കുന്നവരെ വെയിറ്റ് ചെയ്യട്ടോ. കാരണം പിള്ളേരെല്ലാം കുറേ ഊണ് കൊണ്ടുവന്ന് വെച്ചിട പോലെ പറയുക പിള്ളേരുടെ കഴിക്കുക. അവർക്ക് കളി കഴിഞ്ഞിട്ട് വേണ്ടേ ഒരു സമയം കഴിക്കാനായിട്ടൊരു സമയം. അങ്ങനെ താണ്ട് എപ്പോഴാണ് പിള്ളേർ കഴിക്കുന്നത്. 2ാമത്തെയും ഇത് കഴിഞ്ഞ് 3ാമത്തെ ഇതിലൂടെ പിള്ളേരൊക്കെ ഇരുന്ന് കഴിക്കുന്നത്. അങ്ങനെ ഒരു രസമായിരുന്നു ഉണ്ടായത്. ഇപ്പം അവന്മാർക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യട്ടോ. അപ്പോൾ ഡൈനിങ് ടേബിൾ ഒഴിയുന്നത് വരെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യത്തുകൊണ്ട് അവർക്ക് ദാണ്ട താഴെ പായിട്ട്. അപ്പം നേരത്തെ കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ നമ്മൾ താഴെ പായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുമായിരുന്നു. എല്ലാവരും കൂടെ നിരത്തി പച്ചങ്ങിടിക്കുമായിരുന്നു. അങ്ങനെ ദാണ്ട അവന്മാരെല്ലാം കൂടെ നിരത്തിരുന്നോളെന്ന് പറഞ്ഞാൽ അങ്ങനെ അവന്മാരെല്ലാം കൂടെ നിരത്തിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ദാണ്ട നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലതായിട്ട് ആളുണ്ടായിരുന്നു. അപ്പം വരുത്തിയത് കാര്യമായി. ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മച്ചിയെ പിന്നെ നടുവേദനയൊക്കെ എടുത്തോളൂ. ഒരുപാട് പേരും ജോലിയെല്ലാം കൂടെ ചെയ്ത്. ഇപ്പോഴത്തെ അല്ലെങ്കിലും എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ ഞങ്ങളുടെ ഇവിടെ മാത്രം ഞങ്ങൾ വരുത്തത്തില്ല കേട്ടോ. ഞങ്ങൾ സമ്മതിക്കത്തില്ല വരുത്താനായിട്ട്. ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതൊരു ഇതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വൈകുന്നേരം ഇപ്പം ഞങ്ങളിഞ്ഞ് പോരുന്നു കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ ഇല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കാൻ അല്ലെങ്കിൽ ഞങ്ങളവിടെ നിന്നേനെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.